ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഗൂഗിൾ മാപ്പ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണ്, അല്ലെങ്കിൽ എസ്പെഷ്യലി ഇപ്പം നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്പാണ് ഗൂഗിൾ മാപ്പ്. കാരണം പല ആളുകളും ഇപ്പം അറിയാത്തൊരു സ്ഥലത്ത് പോവുകയാണെങ്കിലും എനിക്ക് ആ സ്ഥലം അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാറില്ല. ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, നമുക്ക് അതിൽ നോക്കി പോകാമെന്നുള്ള അങ്ങനെയാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. പക്ഷേ ഇതിനുള്ളൊരു ചെറിയൊരു പ്രശ്നം എന്ന് പല ആളുകളും ചിന്തിക്കുന്നത്, നമ്മൾ ഓൺലൈനായിട്ടാണല്ലോ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡാറ്റ തീർന്നു പോകുമോ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ഈ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുമ്പം ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനിയിപ്പം ഡാറ്റ തീർന്നു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള ഒരു ധാരണ ചില ആളുകളുടെ ഉള്ളിലുണ്ടായിരിക്കും. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ തീരെ നെറ്റ്വർക്ക് കുറവുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് കട്ടായിക്കൊണ്ടിരിക്കും. അപ്പം പിന്നീട് അത് നെറ്റ്വർക്ക് വരുന്ന സമയത്ത് ആകെ ഡയറക്ഷനൊക്കെ മാറി നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ഇത് പരിഹരിക്കാനാണ് ഇപ്പോൾ ഓഫ്ലൈൻ യൂസേജ് വന്നിരിക്കുന്നത്. ഗൂഗിൾ മാപ്പ് ഓഫ്ലൈനായിട്ട് ഉപയോഗിക്കാം. മാപ്പ് ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യുകയാണ് ഇതിൽ ചെയ്യേണ്ടത്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങൾ സെർച്ച് ചെയ്യാനും വഴി കാണിക്കാനും ഒക്കെ ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ ഗൂഗിൾ മാപ്പിൽ സാധിക്കും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് എല്ലാവരുടെ ഫോണിലും ഉള്ളതാണ് ഗൂഗിൾ മാപ്പ്. ഇനി ഇല്ലാത്തവരാണെങ്കിൽ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണുന്ന ഒരു മെനു ബട്ടൺ ഉണ്ടായിരിക്കും. ഗൂഗിൾ മാപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ്സിലാണെങ്കിൽ മെനു ലിസ്റ്റ് കാണുന്നത് നമ്മുടെ സെർച്ച് ബാറിന് വലതുഭാഗത്ത് പ്രൊഫൈൽ പിക്ചർ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റിങ്സിൽ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ വരും. അപ്പോൾ അതിൽ ഓഫ്ലൈൻ മാപ്സ് സെലക്ട് ചെയ്യാം. ഓഫ്ലൈൻ മാപ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെലക്ട് യുവർ ഓൺ മാപ്പ് എന്ന് കാണാം, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബ്ലൂ സ്ക്വയറിൻ്റെ ഉള്ളിലായിട്ട് മാപ്പ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ എവിടേക്കാണ് പോകേണ്ടത്, അങ്ങനെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ആ ഒരു പ്ലേസുകളൊക്കെ ഉൾപ്പെടുന്ന രീതിയിൽ, ഈ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങളത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഇവിടെ ക്ലോസ് എന്ന് കാണാം, ഡൗൺലോഡ് എന്ന് കാണാം. അപ്പം ആ ഒരു ഭാഗം, നിങ്ങൾ പോകേണ്ട ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എത്ര MB ആണ് നിങ്ങൾക്ക് ഇതിൽ യൂസ് ആവുന്നത്, ഡൗൺലോഡ് ചെയ്യുമ്പോൾ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണും. ഡൗൺലോഡ് വിൽ യൂസ് അപ് ടു 55 MB ഓഫ് യുവർ ഫ്രീ സ്പേസ് എന്ന് കാണാം. അപ്പോൾ അത്രയും MB ആണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ നമ്മളിത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നെറ്റ് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ഓൺ ചെയ്ത് നോക്കാം. ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് നെറ്റ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടെ മാപ്പിൽ എടുത്തു നോക്കാം. സോ നമ്മളിവിടെ പ്രൊഫൈൽ പിക്ചറിന് താഴെയാണ് ഓഫ്ലൈൻ മാപ്സ് ഉള്ളത്. നമ്മളത് ഓൺ ചെയ്തു. എടുത്ത് നോക്കുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ നമുക്കിവിടെ കൃത്യമായിട്ട് ആ ഒരു ഡയറക്ഷൻ കാണിച്ചു തരും. നമ്മളിവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൃത്യമായിട്ട് നമുക്ക് പോകേണ്ട ഡയറക്ഷൻ. സോ ഇനി നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ആ ഒരു ബ്ലൂ സ്ക്വയറിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പരിധിക്ക് പുറത്തുള്ളൊരു പ്ലേസ് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കാം. സോ അങ്ങനെ പരിധിക്ക് പുറത്തുള്ളൊരു സ്ഥലമാണ് നമ്മളിതിൽ അടിച്ചു കൊടുക്കുന്നതെങ്കിൽ കാൺ ഫൈൻഡ് എ വേ ദർ എന്നാണ് കാണിക്കുന്നത്. സോ നമ്മുടെ ആ ഒരു പരിധിക്ക് ഉള്ളിൽ വരുന്ന സ്ഥലം തന്നെ അടിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ ഓഫ്ലൈനായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പല ആളുകൾക്കും ഇപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ ഓൺലൈനായിട്ട് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ പല ആളുകൾക്കും ഇത് നമ്മുടെ ഡാറ്റ തീർന്നു പോകുമോ, അല്ലെങ്കിൽ ഫോണിൻ്റെ ചാർജ് തീർന്നു പോകുമോ എന്നൊക്കെ വിചാരിക്കും. അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആയിരിക്കുമ്പോൾ അത്തരത്തിലുള്ള പല നെറ്റ്വർക്ക് ഇല്ലാതെ വരുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കും, ഡയറക്ഷനൊക്കെ മാറിപ്പോകും. അപ്പോൾ ആകെ പ്രശ്നമായിരിക്കും. നമ്മൾ ഫോണിൻ്റെ ചാർജ് തീർന്നു പോകുമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ കാറിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് കാറിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാം. പക്ഷേ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ പവർ ബാങ്ക് കൊണ്ടെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഹെൽപ്ഫുൾ ആവുന്ന, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആവുന്നതാണ് നമുക്ക് ഈ ഓഫ്ലൈനിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം കാരണം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ഒരു ബ്ലൂ സ്ക്വയറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങൾ എവിടെയാണ് അത് ഉൾപ്പെടുന്ന ആ ഒരു മാപ്പിൽ നിങ്ങൾ ആ ഒരു പ്രദേശം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക.
അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓഫ്ലൈൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇനി അങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത്, നിങ്ങൾക്ക് അറിയാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയാണ് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കുമായിട്ട്, നല്ലൊരു ടെക് ന്യൂസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഇറക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ബൈ.